ശാസ്ത്രസത്യം അറിയണം, ശാസ്ത്രബോധം വളരണം, ജീവിതത്തിൽ പകർത്തണം. പ്രിയമുള്ളവരെ, നമ്മൾ കുറച്ച് ദിവസങ്ങൾ ഇവിടെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിൽ കാണാനും പഠിക്കാനും പരീക്ഷിച്ച് നോക്കാനും അതുവഴി ശാസ്ത്ര സത്യങ്ങൾ അറിയാനും ശാസ്ത്രബോധം വളർത്തിയെടുക്കാനും അവ ജീവിതത്തിൽ പകർത്തി രാജ്യസ്നേഹിയാകാനും മനുഷ്യസ്നേഹിയാകാനും മാത്രമല്ല ഒരു വിശ്വമാനവനാകാനും പ്രചോദനം നൽകുന്ന അടിത്തറയിടുന്ന ഒരു സ്ഥാപനം. വരൂ, പോയി നോക്കാം. കോഴിക്കോട് ശാസ്ത്ര കേന്ദ്ര പ്ലാനറ്റോറിയത്തിലേക്ക്. മനോഹരമായ കാഴ്ചകളാണ് പുറത്തു തന്നെ ഉള്ളത്. വളരെ ആകർഷകമായ കെട്ടിടം, വളരെ സൗകര്യപ്രദമായ ഒരു ഏരിയയിൽ തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് തൻ്റെ ജീവിതം തന്നെ മാതൃകയാക്കി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ പ്രണമിച്ച് നമുക്ക് മുന്നേറാം. ധാരാളം കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഇവിടെ സന്ദർശകരായി എത്തുന്നു. നോക്കൂ, 3-ാം നൂറ്റാണ്ടിൽ ആർക്കിമിഡീസ് കണ്ടുപിടിച്ച ആർക്കിമിഡീസ് സ്ക്രൂ, അന്ന് കറണ്ടോ മോട്ടോർ പമ്പോ ഒന്നും ഇല്ലാത്ത കാലത്ത് താഴ്ന്ന ജലാശയങ്ങളിൽ നിന്ന് മുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു കണ്ടുപിടുത്തം, ഒരു മഹാത്ഭുതം എന്ന് തന്നെ പറയാവുന്നതാണ്. നോക്കൂ, ആ പച്ച ഓസ് പൈപ്പ് കണ്ടോ, അതിൽ കൂടി ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മുകളിലുള്ള ഈ നീലയും ഓറഞ്ചും നിറത്തിലുള്ള വലിയ ചക്രം തിരിക്കുമ്പോഴാണ് ഈ വെള്ളം താഴോട്ട് വീഴുന്നത്. ഇവിടെ നോക്കൂ, ആ ഒരു മോട്ടോർ കാർ ഇപ്പോൾ നിലത്താണ് അവരുടെ ടയറുകൾ. അവ ഉയരുകയാണ്. 3 പിഞ്ചു കുഞ്ഞുങ്ങൾ ആ വലിയ ഭാരമുള്ള കാർ ഉയർത്തുകയാണ്. നോക്കൂ നോക്കൂ, 3 കുട്ടികളാണ് ആ കാറ് നിലത്തു നിന്നും ഉയർത്തുന്നത്. അതിന് അവരെ സഹായിക്കാൻ ആരാണുള്ളതെന്ന് നോക്കിയേ. അവിടെ വലിയ അക്ഷരത്തിൽ ഈ 3 കുട്ടികളാണ് ആ കാറ് ഉയർത്തുകയും പൊക്കുകയും ചെയ്യുന്നത്. അവരെ സഹായിക്കാൻ വലിയൊരു ജയൻ്റ് ലിവർ, അതിൻ്റെ സഹായത്താലാണ് അവർക്ക് ഇത്രയും വലിയ ഭാരമുള്ള വസ്തുക്കളെ ഉയർത്താൻ കഴിയുന്നത്. അല്ലേ? അടിപൊളി കാര്യം അല്ലേ? കുട്ടികൾക്ക് പഠിക്കാൻ, കാണാൻ, പരിശോധിക്കാൻ, പരീക്ഷിക്കാൻ എല്ലാത്തിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഇവിടെ. എന്താണ് സന്തോഷം നോക്കിയേ. ഊഞ്ഞാലാടി തിമർക്കുകയാണ് കുട്ടികൾ. അവരിന്ന് സ്വതന്ത്രരായി വിലസുകയാണ് ഈ സയൻസ് സെൻ്ററിൽ. 5 ഊഞ്ഞാലുകൾ ഒരേ സമയം, എന്നാലോ കൂട്ടിമുട്ടുന്നില്ല ആരും. അതെല്ലാം ശാസ്ത്രത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം തന്നെയാണ് കേട്ടോ. ഇവിടെ നോക്കിയേ, പച്ച, മഞ്ഞ, വെളുപ്പ് നിറമുള്ള 3 ബോളുകൾ ഒരേ സമയം മുകളിൽ നിന്ന് ഇടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സഞ്ചാരപഥം വ്യത്യാസമാണ്. ഒന്ന് ചരിഞ്ഞിട്ടും ഒന്ന് കർവായിട്ടും ഒന്ന് നേരെയുമാണ്. അതിൽ ഏതാണ് ആദ്യം താഴെ എത്തുക എന്നതാണ് പ്രശ്നം. അത് പരീക്ഷിക്കുകയാണ്, കണ്ടെത്തുകയാണ്. അത് ശാസ്ത്രത്തിൻ്റെ രീതിയിൽ തന്നെ അവർ അനുമാനിക്കുന്നു, മനസ്സിലാക്കുന്നു, മനസ്സിൽ പതിപ്പിക്കുന്നു. ഇവിടെ വലിയൊരു ഭൂമിയുടെ ഇതാണ് പ്രവേശന കവാടം.
റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റോറിയം കാലിക്കറ്റ്. വളരെ മനോഹരമായ കെട്ടിടങ്ങളാണ്, ആകർഷകമായ കെട്ടിടങ്ങളാണ്. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരുമെല്ലാം ഇവിടെ സന്ദർശിക്കുന്നു. ഒന്നും കട്ട് ചെയ്യാതെയാണ്, നിങ്ങൾ നേരിൽ കാണുന്ന പ്രതീതിയിലാണ്, ലൈവ് ആയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഓരോ പരീക്ഷണങ്ങളുടെയും പ്രവർത്തനങ്ങൾ വിശദമായി അവിടെ ബോർഡിൽ രേഖപ്പെടുത്തിയത് കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും സഹായകമായിട്ടുണ്ട്. ആ പ്രശ്നവും അതിൻ്റെ തത്വവും അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന രീതിയിലാണ്. ഇവിടെ 2 കുട്ടികളാടുന്നു. അതിൻ്റെ പ്രത്യേകത നോക്കിയേ, ഇരുമ്പ് ഫ്രെയിമിൽ അല്ല ഊഞ്ഞാൽ കെട്ടിയിട്ടുള്ളത്, ഒരു വീതിയേറിയ പലകയിൽ. അതുകൊണ്ട് ഒരു കുട്ടി മുന്നോട്ടാടുമ്പോൾ ഒരു കുട്ടി പിന്നോട്ടാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടാണ്